നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നവംബർ 27, 28, 29 തീയതികളിൽ വെങ്ങല്ലൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ പുസ്തകോത്സവം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 26 മുതൽ 30 വരെ കഞ്ഞിക്കുഴി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPIM തൊടുപുഴ ഈസ്റ്റ് ഏരിയ സമ്മേളനം 25, 26 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ മാർക്കറ്റ് റോഡ് ചന്തക്കുന്ന് ഭാഗത്ത് ഓടയിൽ ഗർത്തം രൂപപ്പെട്ട് വൻ അപകട ഭീഷണി നേരിടുവാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിരുന്നു. ഇതുവരെ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ BBC ന്യൂസ് വാർത്ത നൽകിയതിന് പിന്നാലെ ഓടയിൽ സ്ലാബിട്ട് മൂടിയിരിക്കുകയാണ്. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സമർപ്പിച്ച പദ്ധതിക്ക് അംഗീകാരമില്ല. LDF കൗൺസിലർ R. ഹരിയുടെയും UDFിലെ കോൺഗ്രസ്, കേരള കോൺഗ്രസ് കൗൺസിലർമാരുടെയും പരാതിയെ തുടർന്നാണ് DPC അംഗീകാരം നൽകാതെ മാറ്റിവെച്ചത്. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നവംബർ 27, 28, 29 തീയതികളിൽ വെങ്ങല്ലൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ പുസ്തകോത്സവം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 27 രാവിലെ 10 പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് R. തിലകൻ അധ്യക്ഷത വഹിക്കും. ലൈബ്രറികൾക്ക് ഏറ്റവും പുതിയതും ഈടുറ്റതുമായ പുസ്തകങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് പുസ്തകമേളകൾ സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി നവംബർ 27, 28, 29 തീയതികളിൽ വെങ്ങല്ലൂർ കൾച്ചറൽ സെന്ററിൽ വെച്ച് പുസ്തകോത്സവം നടത്തുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സംസ്ഥാനത്തെ 40 പ്രമുഖ പ്രസാധകർ തങ്ങൾ പ്രസിദ്ധീകരിച്ച മുഴുവൻ പുസ്തകങ്ങളും 60ഓളം സ്റ്റാളുകളിലായി പ്രദർശിപ്പിക്കും. ജില്ലയിലെ 250-ൽ പരം ലൈബ്രറികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഏറ്റവും പുതിയ പുസ്തകങ്ങൾ മേളയിലൂടെ തിരഞ്ഞെടുക്കുവാൻ അവസരം ലഭിക്കും. 27 രാവിലെ 10 പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് R. തിലകൻ അധ്യക്ഷത വഹിക്കും. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിന്ദു വിശിഷ്ട വ്യക്തികളെ ആദരിക്കും. ലൈബ്രറി കൗൺസിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് KM ബാബു ആദ്യ വിൽപ്പന നിർവഹിക്കും. വഴുത്തല വർഗീസ് രചിച്ച ഹുമന്നാസിന്റെ വംശാവലി എന്ന നോവൽ പ്രസിദ്ധ കഥാകാരൻ VR. സുധീഷ് പ്രകാശനം ചെയ്യും. CP. രമേശൻ പുസ്തകം ഏറ്റുവാങ്ങും. 28 രാവിലെ 10 മണിക്ക് നിർമ്മിത ബുദ്ധി വളർച്ചയും സമൂഹവും എന്ന വിഷയത്തിൽ ഡോക്ടർ അഡോണി T. ജോൺ വർക്ക്ഷോപ്പ് നടത്തും. ഉച്ചയ്ക്ക് 2:30 ദീപക് ശങ്കർ എഴുതിയ ജാജ്വല്യമാനം, ദാവീദിന്റെ പുസ്തകം തുടങ്ങിയ നോവലുകൾ എഴുത്തുകാരൻ VR. സുധീഷ് പ്രകാശനം ചെയ്യും. ഉച്ചയ്ക്ക് 3:30 കുമാരനാശാൻ ചരമശതാബ്ദി വർഷത്തിൽ കാലഘട്ടത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സെമിനാർ സംഘടിപ്പിക്കും. വൈകിട്ട് 5:30 KC. സുരേന്ദ്രൻ ലഘുപ്രഭാഷണം നടത്തും. ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള വികസന സമിതിയാണ് പുസ്തകമേള സംഘടിപ്പിക്കുന്നത്. എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത് പോലെ ഈ വർഷവും 27, 28, 29 തീയതികളിലാണ് പുസ്തകമേള വെങ്ങല്ലൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ നടക്കുന്നത്. 27-ാം തീയതി രാവിലെ 10 മണിക്കാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ ആണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മുൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജിജി കെ ഫിലിപ്പ് അവരുകളാണ്. യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ R. തിലകൻ ആയിരിക്കും. അതുപോലെ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. അത് നിർവഹിക്കുന്നത് തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സബീന ബിഞ്ചു ആണ്. അതുപോലെ ആദ്യ വിൽപ്പന സംഘാടക സമിതിയുടെ സെക്രട്ടറി എന്ന നിലയിൽ KM ബാബു നിർവഹിക്കും. അത് ഏറ്റുവാങ്ങുന്നത് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോർജ് അഗസ്റ്റിനാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ TR സോമൻ, KM ബാബു, PK സുകുമാരൻ, ജോർജ് അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KSSPU ഇടുക്കി ജില്ലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഫെഡറലിസ്റ്റിന് വെല്ലുവിളി എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. FSCTO ജില്ലാ സെക്രട്ടറി KK. പ്രസുഭകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ KSSPU ജില്ലാ പ്രസിഡന്റ് KK. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു.
ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന സംവിധാനത്തിന് കേന്ദ്ര മന്ത്രിസഭ 2014 സെപ്റ്റംബറിലാണ് അംഗീകാരം നൽകിയത്. അധികാര വികേന്ദ്രീകരണത്തിന് പകരം അധികാര കേന്ദ്രീകരണത്തിന് വഴിയൊരുക്കുകയും സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ വൈവിധ്യങ്ങളും ബഹുസ്വരതയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന കേന്ദ്ര തീരുമാനത്തിനെതിരെ കേരള നിയമസഭ രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കി. ഈ സാഹചര്യത്തിലാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും സെമിനാറുകൾ നടത്തുവാൻ തീരുമാനിച്ചത്. ഇടുക്കി ജില്ലയിലെ സെമിനാർ കരിമണ്ണൂർ കുന്നപ്പള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഫെഡറലിസത്തിന് വെല്ലുവിളി എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ FSETO ജില്ലാ സെക്രട്ടറി KK പ്രസുഭകുമാർ ഉദ്ഘാടനം ചെയ്തു. ഓസ്ട്രേലിയയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത കേട്ടില്ലേ? എന്താ? ഓസ്ട്രേലിയൻ ജനതയുടെ 35% സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ എന്ത് എഴുതി കൊടുക്കുന്നില്ല? ഏത് കോളം ബ്ലാങ്ക് ആകുകയാണ് കുട്ടികളെ കൊണ്ട് ചേർക്കുമ്പോൾ? റിലീജിയൻ എന്ന കോളം ബ്ലാങ്ക് ഇടുകയാണ്. നോ റിലീജിയൻ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നോ റിലീജിയൻ എഴുതുന്നവരുടെ എണ്ണം കൂടുകയാണ്. ന്യൂസിലാൻഡിൽ നോ റിലീജിയൻ എഴുതുന്നവരുടെ എണ്ണം കൂടുകയാണ്. ജീവിക്കാൻ മതത്തെക്കാളേറെ ആവശ്യം സ്വാതന്ത്ര്യവും ഭക്ഷണവുമാണ് എന്ന് ജനത തിരിച്ചറിയപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മതം ബഹിഷ്കൃതമാവുകയാണ്. അത് ഏറ്റവും എളുപ്പം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ജനതയാണ് ഇന്ത്യ. എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ മതങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പം അങ്ങനെ അവർ തിരിച്ചറിയാതിരിക്കണമെങ്കിൽ എന്തു വേണം? മത തീവ്രവാദം ശക്തിപ്പെടുത്തണം. അങ്ങനെ ശക്തിപ്പെടുത്തണമെങ്കിൽ അതിന് രാഷ്ട്രീയമായ പിൻബലം കൂടി ഉണ്ടാവണം, സ്വേച്ഛാധിപത്യം ഉണ്ടാവണം. ആ സ്വേച്ഛാധിപത്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുവന്ന് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ വൺ നേഷൻ വൺ ടാക്സ് എന്ന സംവിധാനം ആദ്യം ഏർപ്പെടുത്തിയത്. അടുത്തതാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. 5 വർഷത്തിലൊരിക്കൽ പോയി വോട്ട് ചെയ്യുന്നത് ഒരു കർമ്മം മാത്രമായി, ഒരു കടമ മാത്രമായി, ഒരു ആചാരം മാത്രമാക്കി അവസാനിപ്പിച്ച് എല്ലാ ജനാധിപത്യ അവകാശങ്ങളെയും പിൻവലിക്കപ്പെടും. ഒന്നുകിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അടുത്ത് വൺ നേഷൻ വൺ പാർട്ടി എന്നതിലേക്ക് എത്തും. എങ്ങനെയാണ് വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ടായത്, എങ്ങനെയാണോ വ്യത്യസ്തങ്ങളായ മതങ്ങൾ ഉണ്ടായത്, അതുപോലെ തന്നെയാണ് വ്യത്യസ്തങ്ങളായ ആശയങ്ങളുടെ സംയോജനമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുടെ സംയോജനമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. വൈവിധ്യങ്ങളായ ചിന്തകളിൽ നിന്നാണ് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത്. ആ കാഴ്ചപ്പാടുകളെ പ്രതിദാനം ചെയ്യുന്നവരുടെ കൂട്ടങ്ങളെ ഇല്ലായ്മ ചെയ്ത് ഒരൊറ്റ ആശയം മാത്രം മതി എന്നതിലേക്ക് കൊണ്ടുവരുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം അടക്കമുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസങ്ങളെയും ജനാധിപത്യ അവകാശങ്ങളെയും ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ, അതിന്റെ അടുത്ത ഘട്ടമായി വൺ നേഷൻ വൺ പാർട്ടി എന്ന സംവിധാനത്തിൽ ഇല്ലാതെ. യോഗത്തിൽ KSSPU ജില്ലാ പ്രസിഡന്റ് KK സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് VV ഫിലിപ്പ്, ജില്ലാ സെക്രട്ടറി AN ചന്ദ്രബാബു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MJ ലില്ലി, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി K ജയചന്ദ്രൻ, VK മാണി, മോളിക്കുട്ടി മാത്യു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കോൺഗ്രസ് പുറപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാടുകൾ വെട്ടിമാറ്റുകയും സൈൻ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. പുറപ്പുഴ പഞ്ചായത്ത് മുണ്ടുനട വാർഡിൽ മുണ്ടുനട മുതൽ പലച്ചുവട് വരെയുള്ള PWD റോഡിന് ഇരുവശത്തുമുള്ള അപകടകരമായി വളർന്നു നിന്ന കാടുകളാണ് വെട്ടി നീക്കിയത്. പുറപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് പുറപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാടുകൾ വെട്ടിമാറ്റുകയും സൈൻ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. പുറപ്പുഴ പഞ്ചായത്ത് മുണ്ടുനട വാർഡിൽ മുണ്ടുനട മുതൽ പാലച്ചുവട് വരെയുള്ള PWD റോഡിന് ഇരുവശത്തുമുള്ള അപകടകരമായി വളർന്നു നിന്ന കാടുകൾ വെട്ടിനീക്കി. വടക്കൻ ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ദിവസേന 100 കണക്കിന് ശബരിമല ഭക്തന്മാരുടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ യാത്രയ്ക്ക് തടസ്സമായി നിന്ന കാടുകൾ വെട്ടിമാറ്റുകയും സൈൻ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. പുറപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടുത്തെ ഗ്രാമസഭയുടെ ഈ വാർഡിലെ ഗ്രാമസഭയുടെ ഒക്കെ നിർദ്ദേശം അനുസരിച്ച് അതിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹകരണത്തോടുകൂടി ഈ പ്രദേശത്തുള്ള നമ്മുടെ മെമ്പറുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെയുള്ള ജനങ്ങളെ എല്ലാവരെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് സമാധാനമായി മുണ്ടുനാട് മുതൽ പാലച്ചോട് വരെയുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലും കാടുകൾ കയറി അങ്ങനെ വാഹനങ്ങൾ നിത്യേന, പ്രത്യേകിച്ച് ശബരിമല സീസൺ ആയതോടുകൂടി ഈ റൂട്ടിലാണ് പ്രധാനമായി രാത്രിയും പകലുമായി നിരന്തരം വാഹനങ്ങൾ ഇങ്ങനെ പോകുന്ന ഒരു റൂട്ടാണ്. ഈ കൊടും വളവും ഉള്ള ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന
വള്ളകൾ അത് അപകട ഭീഷണി ഉണ്ടാകും. പല വളവുകളിലുമൊക്കെ അപകടങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് യാത്രക്കാരുടെയും പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാരുടെയും ഈ യാത്ര സൗകര്യാർത്ഥം ഇങ്ങനെ സമാധാനമായി ഇന്ന് ഈ മുണ്ടുനാള ഭാഗത്തു നിന്നുള്ള ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള കാടുകൾ വെട്ടിത്തെളിക്കുന്നതിൻ്റെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ എൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സോമി വട്ടക്കാട്ട്, മെമ്പർ മിനി ടോമി, മണ്ഡലം ഭാരവാഹികളായ ജോസ് കല്ലോലി, ബെന്നി താമരശ്ശേരി, വാർഡ് പ്രസിഡന്റുമാരായ ബിജു ജോസഫ്, ടോമി നാട്ടുനിലം, സജി ഏക്കലയിൽ, ജോർജ് വാഴയിൽ, ജോഷി ജോസഫ്, സെബിൻ സാബു തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വഴുത്തല. ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം നവംബർ 26 മുതൽ 30 വരെ കഞ്ഞിക്കുഴി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 26-ന് വിളംബര ജാഥ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ജോസഫ് വയലിൽ അധ്യക്ഷത വഹിക്കും. 30-ന് സമാപന സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്യും. ഡീൻ കുര്യാക്കോസ് MP അധ്യക്ഷത വഹിക്കും. 7 സബ് ജില്ലകളിൽ നിന്നായി 4000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. 35ാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവമാണ് 26 മുതൽ 30 വരെ കഞ്ഞിക്കുഴി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്നത്. 26-ന് വിളംബര ജാഥ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ജോസഫ് വയലിൽ അധ്യക്ഷത വഹിക്കും. പാലിയ നൃത്തം, പണിയ നൃത്തം, മംഗളം കളി, ഇരുള നൃത്തം, മലയ പുലയാട്ടം തുടങ്ങിയ ഇനങ്ങൾ കൂടി മത്സരത്തിൽ ഈ വർഷം പുതിയതായി ചേർത്തിട്ടുണ്ട്. ഉദ്ഘാടന ദിവസം സ്പെഷ്യൽ സ്കൂൾ വിജയികളെ ആദരിക്കും. 30-ന് സമാപന സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ഇളയരാജ ഉദ്ഘാടനം നിർവഹിക്കും. ഡീൻ കുര്യാക്കോസ് MP അധ്യക്ഷത വഹിക്കും. കഞ്ഞിക്കുഴി SNHSS, കഞ്ഞിക്കുഴി സെന്റ് മേരീസ് LP സ്കൂൾ, കഞ്ഞിക്കുഴി പാരിഷ് ഹാൾ, മിനി പാരിഷ് ഹാൾ എന്നിവയാണ് പ്രധാന വേദികൾ. 10 വേദികളാണ് ഒരുക്കിയിരിക്കുന്നത്. 7 സബ് ജില്ലകളിൽ നിന്നായി 4000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. 26-ാം തീയതി രാവിലെ വിളംബര ജാഥയോടുകൂടി, വിളംബര ഘോഷയാത്രയോടുകൂടി പരിപാടികൾക്ക് തുടക്കം കുറിക്കും. അന്ന് രാവിലെ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും. 30-ാം തീയതി സമാപന സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്യും. അധ്യക്ഷൻ ശ്രീ ഡീൻ കുര്യാക്കോസ് MP ആയിരിക്കും. 10 വേദികളിലായി 4500 മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ജില്ലയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് ഈ കലോത്സവം. പ്രധാന വേദി എന്ന് പറയുന്നത് SN ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓഡിറ്റോറിയമാണ്. കൂടാതെ സെൻറ് മേരീസ് LP സ്കൂൾ കഞ്ഞിക്കുഴി, കഞ്ഞിക്കുഴിയിലെ പാരിഷ് ഹാൾ, മിനി പാരിഷ് ഹാൾ, VHSC ഹാൾ എന്നിവയായിരിക്കും വേദികൾ. 7 സബ് ജില്ലകളിൽ നിന്നും 4500 കുട്ടികൾ പങ്കെടുക്കും. പുതിയതായി കുറച്ച് ഐറ്റം കൂടി ഗവൺമെൻറ് ഈ മേളകളിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പണിയ നൃത്തം, മംഗലം കളി, ഇരുള നൃത്തം, മലയ പുലിയാട്ടം എന്നിവയൊക്കെയാണ് പുതുതായി ചേർക്കപ്പെട്ടിരിക്കുന്ന മത്സര ഇനങ്ങൾ. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജിമ്മി മറ്റത്തിപ്പാറ, ഷാജഹാൻ, അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. CPIM തൊടുപുഴ ഈസ്റ്റ് ഏരിയ സമ്മേളനം 25, 26 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 25-ന് രാവിലെ കുമാരമംഗലത്ത് KN കുമാരമംഗലം നഗറിൽ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം മുതിർന്ന CPIM നേതാവ് MM മണി MLA ഉദ്ഘാടനം ചെയ്യും. KS കൃഷ്ണപിള്ളിയുടെ 75ാമത് രക്തസാക്ഷിത്വ ദിനാചരണത്തോടനുബന്ധിച്ചുള്ള പ്രകടനവും പൊതുസമ്മേളനവും കരിമണ്ണൂരിൽ സംഘടിപ്പിക്കും.
കരിമണ്ണൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുക്കും. പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. CPIM തൊടുപുഴ ഈസ്റ്റ് ഏരിയ സമ്മേളനം, പ്രതിനിധി സമ്മേളനം, പ്രകടനം, പൊതുസമ്മേളനം എന്നിവയോടെ 25, 26 തീയതികളിൽ നടത്തും. 25-ന് രാവിലെ കുമാരമംഗലത്ത് KN കുമാരമംഗലം നഗറിൽ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം മുതിർന്ന CPIM നേതാവ് MM മണി MLA ഉദ്ഘാടനം ചെയ്യും. 26-ന് പുതിയ ഏരിയ കമ്മിറ്റിയെയും സെക്രട്ടറിയെയും ജില്ലാ സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം ജനാധിപത്യകരമായി തിരഞ്ഞെടുക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി CV വർഗീസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. KS കൃഷ്ണപിള്ളയുടെ 75ാമത് രക്തസാക്ഷിത്വം ദിനാചരണത്തോടനുബന്ധിച്ചുള്ള പ്രകടനവും പൊതുസമ്മേളനവും കരിമണ്ണൂരിൽ സംഘടിപ്പിക്കും. തൊടുപുഴ ഈസ്റ്റ് ഏരിയയിലെ പ്രവർത്തകരും കരിമണ്ണൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ഏരിയ സമ്മേളനങ്ങൾ ജില്ലയിൽ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ആദ്യത്തെ ഏരിയ സമ്മേളനം ഈസ്റ്റ് വെസ്റ്റ് ഏരിയ സമ്മേളനങ്ങളാണ്. നവംബർ 25, 26 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനം ഏരിയ കമ്മിറ്റിയും ഏരിയ സെക്രട്ടറിയും ജില്ലാ സമ്മേളന പ്രതിനിധികളും തിരഞ്ഞെടുക്കും. നിലവിൽ ഏരിയയിൽ 106 ബ്രാഞ്ചുകളിലായി 10 ലോക്കൽ കമ്മിറ്റികളും 1811 പാർട്ടി മെമ്പർമാരുമാണ് പൂർണ്ണ മെമ്പർമാരും കാൻഡിഡേറ്റ് മെമ്പർമാരും ഉൾപ്പെടെയുള്ളത്. ഏരിയ കമ്മിറ്റി രൂപീകരിച്ച് 2 വർഷ കാലയളവിനുള്ളിൽ അത് ആദ്യത്തെ ഏരിയ സമ്മേളനവും കൂടിയാണ്. നേരത്തെ കഴിഞ്ഞ ഏരിയ സമ്മേളനം ഒന്നായിരുന്ന ഏരിയ കമ്മിറ്റിയായിരുന്നു. മെമ്പർഷിപ്പ് വർദ്ധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് 2ആയി ഏരിയ കമ്മിറ്റി ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. പിന്നെ ഇത്തവണ കൃഷ്ണോളവനം കരിമണ്ണൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രകടനവും പൊതുസമ്മേളനവും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത്. അത് 27-ാം തീയതി കരിമണ്ണൂർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്ത് ആഫീസിൻ്റെ ഉദ്ഘാടനം ഇതുകൊണ്ടും കൂടി നടത്തും. അതിൻ്റെ പ്രത്യേക സമ്മേളനം, പത്രസമ്മേളനം വേറെ ഉണ്ട്. അതിനെ സംബന്ധിച്ച് 25-ാം തീയതി അവർ സംഘാടന സമ്മേളനം നടത്തുന്നുണ്ട്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ, സംഘാടക സമിതിക്ക് വേണ്ടി MM മാത്യു, VB വിനയൻ, OV ബിജു, ഹാരിസ് KM, ശരത് MS എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മാർക്കറ്റ് റോഡ് ചന്തക്കുന്ന് ഭാഗത്ത് ഓടയിൽ ഗർത്തം രൂപപ്പെട്ട് വൻ അപകട ഭീഷണി നേരിടുവാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിരുന്നു. ഇതുവരെ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ BBC ന്യൂസ് വാർത്ത നൽകിയതിന് പിന്നാലെ ഓടയിൽ സ്ലാബിട്ട് മൂടിയിരിക്കുകയാണ് അധികൃതർ. അരുണരുക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൊടുപുഴ മാർക്കറ്റ് റോഡ് ചന്തക്കുന്ന് ഭാഗത്ത് ഓടയിൽ ഗർത്തം രൂപപ്പെട്ടിട്ട് മാസങ്ങളായിരുന്നു. വൻ അപകട ഭീഷണിയാണ് ഇവിടെ നിലനിന്നിരുന്നത്. നിരവധി ആളുകൾ കടന്നുപോകുന്ന വഴിയരികിലാണ് സ്ലാബ് ഇളകി മാറി അപകടം രൂപപ്പെട്ടിരിക്കുന്നത്. വാഹനങ്ങൾക്ക് പുറമെ കാൽനട യാത്രക്കാരും ഇതിലെ സഞ്ചരിക്കുന്നു. വ്യാപാരികൾ നിരവധി തവണ പരാതി കൊടുത്തിട്ടും യാതൊരു ഫലവും അധികൃതർ സ്വീകരിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലായിരുന്നു BBC ന്യൂസ് വാർത്ത നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഓടയിൽ സ്ലാബ് ഇട്ട് മൂടി ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. 5-6 മാസമായിട്ട് തീരുമാനമാകാതെ കിടന്ന സ്ലാബ് BBC ന്യൂസിൻ്റെ ഫലമായി ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് സ്ലാബ് മാറ്റി ഓടയുടെ മുകളിൽ പുതിയ സ്ലാബ് ഇട്ട് സംഗതി അടിപൊളിയായി സെറ്റപ്പാക്കി തന്നിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജില്ലാ ഹോമിയോ ആശുപത്രി സദ്ഗമയ OPയുടെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജോയ് ജോൺ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മുട്ടത്ത് പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ ഹോമിയോ ആശുപത്രി സദ്ഗമയ OPയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഹോമിയോ ആശുപത്രി ഹാളിൽ വെച്ച് ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജോയ് ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ നിർവഹിച്ചു. ജന്മദിനമാണ് ശിശുദിനമായി നാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശിശുദിനത്തിന് വിവിധ കലാപരിപാടികൾ, റാലികൾ, പദാർത്ഥ വിതരണം എന്നിവയെല്ലാം ഈ സന്ദർഭത്തിൽ നമ്മൾ നടത്താറുണ്ട്. പിന്നെ ഇവിടെ നടത്തപ്പെടുന്ന ഈ ശിശുദിനവും നമ്മുടെ ഇപ്പം കുട്ടികളുടെ ചിത്രരചന സദ്ഗമയ OP കൺവീനർ ഡോക്ടർ ദേവി RS സ്വാഗതം ആശംസിച്ചു. മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ബേർലി ബാബു, ഡോക്ടർ സുഹാന ലത്തീഫ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അധ്യാപിക അഞ്ജു മരിയ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ ഡോളി രാജു ആശംസകൾ നേർന്നു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സമ്മാനദാനവും ചിത്ര പ്രദർശനവും നടന്നു.
നഗരസഭാ ചെയർപേഴ്സൺ സമർപ്പിച്ച പദ്ധതിക്ക് അംഗീകാരമില്ല. LDF കൗൺസിലർ ആർ ഹരിയുടെയും UDFിലെ കോൺഗ്രസ്, കേരള കോൺഗ്രസ് കൗൺസിലർമാരുടെയും പരാതിയെ തുടർന്നാണ് DPC അംഗീകാരം നൽകാതെ മാറ്റിവെച്ചത്. വാർഷിക പദ്ധതി ഭേദഗതിയിൽ കൗൺസിൽ തീരുമാനിച്ച ചില പ്രോജക്റ്റുകൾ ഒഴിവാക്കുകയും കൗൺസിൽ തീരുമാനിക്കാതെ ചില പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തുകയും ചെയ്ത് നഗരസഭാ ചെയർപേഴ്സൺ ജില്ലാ കമ്മിറ്റിക്ക് സമർപ്പിച്ച പദ്ധതിക്ക് അംഗീകാരം കിട്ടിയില്ല. UDFിലെ കോൺഗ്രസ്, കേരള കോൺഗ്രസ് കൗൺസിലർമാരുടെയും പരാതിയെ തുടർന്നാണ് DPC അംഗീകാരം നൽകാതെ മാറ്റിവെച്ചത്. ചെയർപേഴ്സണും നഗരസഭാ സെക്രട്ടറിക്കും കൗൺസിലർമാർ പരാതി നൽകിയെങ്കിലും അത് മുഖവിലക്കെടുക്കാതെ സ്വന്തം തീരുമാനങ്ങൾ DPCക്ക് അയക്കാൻ ചെയർപേഴ്സൺ പ്ലാനിംഗ് വിഭാഗത്തിന് നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ K. ദീപക്, മുൻ ചെയർമാൻ സനീഷ് ജോർജ്, മുനിസിപ്പൽ കൗൺസിലർ നീനു പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ കളക്ടർക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും ജില്ലാ പ്ലാനിംഗ് ഓഫീസർക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ചേർന്ന പ്ലാനിംഗ് കമ്മിറ്റി പദ്ധതി അന്വേഷണ വിധേയമാക്കണമെന്ന് തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാന മാതാപള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാ മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ശനിയാഴ്ച മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ബർസാർ ഫാദർ പോൾ കളത്തൂർ തിരുനാൾ കുർബാന അർപ്പിച്ചു. പുറപ്പുഴ ആശ്രമത്തിലെ ഫാദർ സോമി പാണങ്ങാട്ട് സന്ദേശം നൽകി. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ബോധജ്ഞാനത്തിന്റെ സിംഹാസനം എന്ന് വിളിക്കുന്നത്? ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും സരളമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഉള്ളിൽ തോന്നിയത്, അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുമാവാം, ദൈവത്തിന്റെ ജ്ഞാനം തന്നെയായ പുത്രൻ മനുഷ്യാവതാരം ചെയ്തപ്പോൾ ഒരു മനുഷ്യ ശിശുവായിട്ട് ഈ അമ്മയുടെ മടിയിലിരുന്നു. അമ്മയെ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമാക്കി മാറ്റി എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അതിലൊരു കാരണം. മറിയത്തിന്റെ ജ്ഞാനം എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുക? പലപ്പോഴും അമ്മയെ ജ്ഞാനം നിറഞ്ഞവൾ അല്ലെങ്കിൽ ബോധജ്ഞാനത്തിന്റെ സിംഹാസനം എന്നൊക്കെ നമ്മൾ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ, വിജ്ഞാന മാതാവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ് അതിൽ ലഭിക്കേണ്ടത്? പ്രിയമുള്ളവരെ, മനുഷ്യവംശത്തിന്റെ ഏറ്റവും വലിയ ഉറപ്പാണ് മറിയത്തിന്റെ ജ്ഞാനം. മറിയത്തിന്റെ ജ്ഞാനമാണ് മനുഷ്യവംശത്തിന്റെ ഏറ്റവും ശക്തമായ ഉറപ്പ്. അത് രക്ഷയിലേക്ക്, ഈശോയാകുന്ന രക്ഷയിലേക്ക് നയിക്കുന്ന ശക്തമായ ഉറപ്പാണ്. എങ്ങനെയാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കുക? മറിയത്തിന് എങ്ങനെയാണ് ജ്ഞാനം ലഭിക്കുന്നതെന്ന് ദൈവശാസ്ത്ര പണ്ഡിതര് 3 രീതികൾ നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്ന ഇതാണ്, ദൈവത്തിന്റെ ദർശനത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനം. അതായത് നമ്മളൊക്കെ മരണശേഷം സ്വർഗത്തിൽ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ എന്ത് ജ്ഞാനമാണോ, എന്ത് അറിവാണോ നമുക്ക് ലഭിക്കുന്നത്, ആ അറിവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അമ്മ സ്വന്തമാക്കി. അതായത് നമ്മുടെ അമ്മ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ദൈവിക ദർശനത്തിലൂടെ ജ്ഞാനം ലഭിച്ചവളായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, അമ്മ ദൈവിക ദർശനങ്ങളിലൂടെ ജ്ഞാനം ആർജിച്ച പരിശുദ്ധ അമ്മയാണ്, വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മറിയത്തിന്റെ ജ്ഞാനത്തിന്റെ ഒന്നാമത്തെ ഉറവിടമായിട്ട് പറയുന്നത് ദൈവിക ദർശനമാണ്. രണ്ടാമത്തേത് ദൈവിക ദാനമായിട്ട് ജ്ഞാനം ലഭിച്ചു എന്നാ പറയുക. പാപിയിൽ ജ്ഞാനം വസിക്കുന്നില്ല എന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. അങ്ങനെയെങ്കിൽ പാപമേതുമില്ലാതെ, ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ഈ പരിശുദ്ധ കന്യാമറിയത്തിൽ വസിച്ചിടത്തോളം, അല്ലെങ്കിൽ ദൈവം ദാനമായിട്ട് നൽകിയ ജ്ഞാനം ആ അമ്മയ്ക്ക് സ്വീകരിക്കാൻ സാധിച്ചിടത്തോളം മറ്റാർക്കും ഈ ഭൂമിയിൽ സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് മറിയത്തെ ബോധജ്ഞാനത്തിന്റെ സിംഹാസനം എന്ന്, അല്ലെങ്കിൽ അറിവുള്ളവളെന്ന്, ജ്ഞാനമുള്ളവളെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാന മാതാപള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാ മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് പ്രദക്ഷിണം നടന്നു. പ്രദക്ഷിണത്തിന് തൊടുപുഴ ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ സ്കറിയ മെതിപ്പാറ കാർമ്മികത്വം വഹിച്ചു.
ന്യൂമാൻ കോളേജിലെ 1972 ബാച്ച് PDC വിദ്യാർത്ഥികൾ ഒത്തുകൂടി. തൊടുപുഴ കണ്ണാടി സെയ്ദ് മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് യോഗം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പൂർവ്വ അധ്യാപകരായ പ്രൊഫസർ അപ്രേം മണിപ്പുഴ, പ്രൊഫസർ MC ജോൺ എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു. പൊതുയോഗത്തിന് ശേഷം പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചും സ്നേഹവിരുന്നൊരുക്കിയും എല്ലാവരുമൊത്തുള്ള ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് ഇനിയും കാണാമെന്ന വാക്ക് നൽകിയാണ് മടങ്ങിയത്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 1972 PDC E2 ബാച്ചിൽ പഠിച്ചിറങ്ങിയവരാണ് വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടിയത്. പരസ്പരം സംസാരിച്ചും ഓർമ്മകളും പുതിയ വിശേഷങ്ങളും പരസ്പരം കൈമാറിയും ഏറെ നേരം പഴയ സഹപാഠികൾക്കൊപ്പം അവർ സമയം ചിലവഴിച്ചു. പാലക്കൊള്ളേഴ്സ് ഹോസ്പിറ്റലിൽ ജനറൽ നഴ്സിംഗ് ആൻഡ് ഡെലിവറി പാസ്സായി. പിന്നെ നേഴ്സായിട്ട് പല ഹോസ്പിറ്റലുകളിലും വർക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ പൈക്കുളം സീകർഹാൻ മെന്റൽ ഹോസ്പിറ്റലിലാണ്. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന സംഘാടകർക്ക് പ്രത്യേകം ഓരോരുത്തരെയും ഞാൻ അനുവദിക്കുന്നു, നന്ദി പറയുന്നു. അമേരിക്കയിൽ ഞാൻ BSc നേഴ്സ് കഴിഞ്ഞു. രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 വർഷമായി റിട്ടയറായി. ഒരു മോള് അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് മാരേജ് കഴിഞ്ഞ് ഇത് നാട്ടിൽ വന്ന് സെറ്റിലായിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ആയിരുന്നു. ഇപ്പം അങ്ങനെ ഇരിക്കണം. വേറെ ദൈവം സഹായിച്ചെല്ലാം ഇങ്ങനെ ദൈവകൃപയാൽ പോകും. എനിക്കൊരു മകളുണ്ട്, ഒരു കൊച്ചുമകളുണ്ട്. എല്ലാവരെയും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. നെക്സ്റ്റ് ഇയറും ഇതേപോലെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടെ പോകുന്നു. തൊടുപുഴ കണ്ണാടി സെയ്ദ് മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി അലക്സ് യോഗം ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടെ മൺമറഞ്ഞ സഹപാഠികൾക്കും അധ്യാപകർക്കും ജോസുകുട്ടി അനുശോചനം രേഖപ്പെടുത്തി. പൂർവ്വ അധ്യാപകരായ പ്രൊഫസർ അപ്രേം മണിപ്പുഴ, പ്രൊഫസർ MC ജോൺ എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു. 40 പേരോളം കുടുംബസമേതം പങ്കെടുത്തു. ജെയിംസ് പള്ളിക്കമാലിൽ സ്വാഗതവും ഡോക്ടർ സോമൻ നായർ നന്ദിയും പറഞ്ഞു. സപ്തതിയിൽ പങ്കെടുത്തവർ പൊതുയോഗത്തിന് ശേഷം ഒരുമിച്ചിരുന്ന് സ്നേഹവിരുന്നും കഴിച്ച് ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് ഇനിയും കാണാമെന്ന് ഉറപ്പും നൽകിയാണ് പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള കോൺഗ്രസ് ജേക്കബ് വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ കൂട്ടായ്മ നടത്തി. വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. ഉന്നതാധികാര സമിതി അംഗങ്ങളായ അനിൽ പയ്യാനിക്കൽ, ടോമി ജോർജ് മൂഴിക്കുഴിയിൽ എന്നിവർ നേതൃത്വം നൽകി. കേരള കോൺഗ്രസ് ജേക്കബ് വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ കൂട്ടായ്മ നടത്തി. വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു ഉദ്ഘാടനം ചെയ്തു. ജനതയ്ക്ക് വേണ്ടി നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് അവരെ ഒഴിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ട് ഉള്ള കാര്യം നമ്മൾ അറിയാൻ സാധിച്ചു. ആ ജനതയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. കേരള കോൺഗ്രസ് ജേക്കബ് വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് തോമസ് വണ്ടാനം അധ്യക്ഷനായി. കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ പ്രസിഡന്റ് സാബു മുദ്രക്കാല, ഉന്നതാധികാര സമിതി അംഗങ്ങളായ അനിൽ പയ്യാനിക്കൽ, ടോമി ജോർജ് മൂഴിക്കുഴിയിൽ, UDF വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റി ചെയർമാൻ PM ഇല്യാസ്, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം സണ്ണി കളപ്പുര, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സജി കണ്ണമ്പുഴ, സജി തടത്തിൽ, ജിനോ ഗോപി എന്നിവർ സംസാരിച്ചു. ഒരു മനുഷ്യൻ്റെ അവകാശങ്ങളെയോ അവൻ്റെ സ്വാതന്ത്ര്യത്തിലോ ഹനിക്കുന്ന ഒരു നടപടിയുമായി മുന്നോട്ട് ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ പോയ പാരമ്പര്യമില്ല. അതുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ആ മുനമ്പത്ത് താമസിക്കുന്ന ആളുകൾക്ക് സമാനമായ സൗകര്യങ്ങൾ ഒരുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ നിയമവശങ്ങൾ പഠിക്കുകയും ചെയ്ത് അവരുടെ സ്വത്തിനും അവരുടെ എല്ലാ ജീവനും എല്ലാവിധ സംരക്ഷണവും കൊടുക്കണമെന്ന് ഞാൻ ഈ ഐക്യദാർഢ്യ സംഗമത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുഖ്യമന്ത്രി യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ മുഖ്യമന്ത്രി ഒരു കള്ളക്കളിയാണ് നടത്തിയിരിക്കുന്നത്. അവിടെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച തീരുമാനം, ഒരു ധാരണയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ മതങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാകുന്നതിനും അതുപോലെ മത സൗഹാർദ്ദത്തിന് ഹാനികരമായ
തീരുമാനങ്ങൾ ആണ് അതിൻ്റെ പേരിൽ ഉണ്ടാകുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വിഷയം നീട്ടിക്കൊണ്ടു പോകാതെ എത്രയും വേഗം പരിഹരിക്കണമെന്നും അതുപോലെ തന്നെ ഈ മുനമ്പം വിഷയത്തിൽ അവരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് മുനമ്പത്തെ 620 കുടുംബങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് കോൺഗ്രസ് ജേക്കബ് വിഭാഗം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനമ്പത്ത് റോഡിൻ്റെ പ്രശ്നം മൂലം ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് അനുകൂലമായ ഒരു നിലപാടും അവരുടെ സ്വത്തിന് ജീവന സംരക്ഷണം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ ഐക്യദാർഢ്യം എല്ലാവിധ പിന്തുണയും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നവംബർ 27, 28, 29 തീയതികളിൽ വെങ്ങല്ലൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ പുസ്തകോത്സവം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 26 മുതൽ 30 വരെ കഞ്ഞിക്കുഴി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPIM തൊടുപുഴ ഈസ്റ്റ് ഏരിയ സമ്മേളനം 25, 26 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ മാർക്കറ്റ് റോഡ് ചന്തക്കുന്ന് ഭാഗത്ത് ഓടയിൽ ഗർത്തം രൂപപ്പെട്ട് വൻ അപകട ഭീഷണി നേരിടുവാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിരുന്നു. ഇതുവരെ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ BBC ന്യൂസ് വാർത്ത നൽകിയതിന് പിന്നാലെ ഓടയിൽ സ്ലാബിട്ട് മൂടിയിരിക്കുകയാണ്. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സമർപ്പിച്ച പദ്ധതിക്ക് അംഗീകാരമില്ല. LDF കൗൺസിലർ ആർ ഹരിയുടെയും UDFിലെ കോൺഗ്രസ്, കേരള കോൺഗ്രസ് കൗൺസിലർമാരുടെയും പരാതിയെ തുടർന്നാണ് DPC അംഗീകാരം നൽകാതെ മാറ്റിവെച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.